വീൽ ചെയറുകളൊക്കെ പേഷ്യന്റ് ആവശ്യങ്ങൾക്ക് പാലിയേറ്റീവിനൊക്കെ ആവശ്യങ്ങൾക്കുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. വീടുകളാവട്ടെ, ഓഫീസുകളാവട്ടെ, അതെല്ലാം മറ്റെന്ത് സ്ഥാപനവും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആവശ്യമായ A to Z കാര്യങ്ങൾ അടങ്ങുന്ന ഒരു അടിപൊളി സ്ഥാപനമാണിത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആസിം. ഇവിടെ അടുത്ത് തന്നെയുള്ള കേരള മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഓർത്തോപെഡീഷ്യനാണ്. ഞാൻ തായർവായിൻ്റെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് എന്താ പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഉള്ള മൂപ്പര് ഭയങ്കര ഇതിനായിട്ട് പാഷനേറ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മളെ കുട്ടികൾക്കുള്ള ഒരുപാട് അവർ ചെറുപ്പത്തിലൊന്നും ഇപ്പോൾ നമ്മളെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്നു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണാത്ത ഒരുപാട് സാധനങ്ങൾ പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ കുട്ടികളെ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. എന്തായാലും വലിയൊരു കാര്യം, ഇങ്ങനത്തെ ഒരു സംഭവം പുള്ളി അതൊരു തൊഴിൽ മേഖലയും കൂടെ ആയിട്ട് കൊണ്ടുനടക്കണമെന്നുള്ളത് വളരെ സന്തോഷം. ഹായ്, ഹലോ. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലാണ് കേട്ടോ. വളാഞ്ചേരിയിലുള്ള നമ്മളെ VHM പുനരുപയോഗശാലയിലാണ് ഉള്ളത്. ഏതാണ്ട് വളാഞ്ചേരിയിൽ നിന്ന് തൊട്ടടുത്ത് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. വീട്ടിലേക്ക് അത്യാവശ്യമായ എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. എല്ലാ പഴയ സാധനങ്ങളും ആ പഴമയിൽ നിന്ന് ഒരു പുതുമയിലേക്ക് എത്തിക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും ഒട്ടും ക്വാളിറ്റി മോശം വരുത്താതെയാണ് ഇവർ ഓരോ സാധനങ്ങളും ഇവിടുന്ന് പ്രൊഡക്ഷൻ ചെയ്തത്. ഊഞ്ഞാലുകളുണ്ട്, ഊഞ്ഞാല് ആവശ്യക്കാർക്ക്. അതുപോലെ തന്നെ ഒരാളെ ഉപജീവനാർത്ഥം അവർക്ക് വേണമെങ്കിൽ തട്ടുകച്ചവടം ചെയ്യാനോ വല്ല ഫുഡ് കോർട്ടിലൊക്കെ കൊണ്ടുപോയിടാൻ പറ്റിയ 4 വീലോട് കൂടിയുള്ള ഒരു സംരംഭം ചെയ്യുന്നവർക്ക് പറ്റിയൊരു സാധനം തള്ളുവണ്ടി ആയിട്ടുള്ളുണ്ട്. ഇരിപ്പിടങ്ങളുണ്ട്. അതുപോലെ തന്നെ പല സ്റ്റേജിലുള്ളതുണ്ടല്ലേ, പല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കൂടുകള്, നമ്മളെ പെറ്റ്സിനൊക്കെ ആക്കാൻ പറ്റിയ കൂടുകൾ, ഇരിപ്പിടങ്ങൾ പുറത്ത് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ളത്. അത് ഓഫീസുകളിലൊക്കെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ, സ്കൂളുകളിലേക്ക് നമുക്ക് വേസ്റ്റ് ഇടാനും പെൻ ബോക്സ് ഒക്കെ ആയി ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് തരം. അതുപോലെ തന്നെ ഊഞ്ഞാലുകൾ ചെറുതും വലുതുമായിട്ട് പല സ്റ്റേജിലുള്ളതുണ്ടല്ലേ. ഇത് ബെയറിംഗ് ടൈപ്പ് ആണ്. അതുപോലെ തന്നെ ഇത് വേറൊരു ഊഞ്ഞാലാണ്. ഊഞ്ഞാലിന് തന്നെ 2 കളറുകളുണ്ട്. അത് പിന്നെ കളറും കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടാനുസരണം മാറ്റാം. കൂടുകള്, ഗ്യാസ് സിലിണ്ടർ കൂട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ ചെയ്തു നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതായത് പഴയ സാധനങ്ങൾ വെച്ച് നമ്മൾ അതിൽ നിന്ന് ഒരു പുതുമ കണ്ടെത്തുന്നു. തീർച്ചയായും. അപ്പൊ ഇത് മാത്രല്ല, ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതിന്റെ ഉള്ളിലുണ്ട് അല്ലേ. ഇപ്പൊ ഈ ഗേറ്റും കാര്യങ്ങളൊക്കെ സംഭവം നമ്മൾ സെറ്റ് ചെയ്തതാണ്. തീർച്ചയായും. നമുക്ക് നല്ല ഷീറ്റാണിത്. പിന്നെ ഇത് വീട്ടിനോ പറമ്പിനോ ഒക്കെ ആവശ്യപ്പെട്ട ഗേറ്റുകൾ. അതുപോലെ തന്നെ ഈ മെഷ് ഉണ്ട്, നെറ്റ് റോളുകൾ. ഇത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗപ്രദമാവും. അതുപോലെ തന്നെ വലിയ കൂടുകൾ. ഇതിനിപ്പോ സൈസ് എങ്ങനെ വരുന്നേ? ഇത് 4 അടി ഉണ്ട്, 3 അടി ഉണ്ട്. ഏത് സൈസ് ആണെങ്കിലും നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ റാക്കുകൾ, അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ, എന്തെങ്കിലും ആവശ്യമുള്ള കൂടുകൾ. ഇതൊക്കെ നമ്മളെ ഇതാണല്ലേ, കട്ടിലുകളാണല്ലേ, ഹോസ്പിറ്റലുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള. ഇതിപ്പോ പാലിയേറ്റീവ്, അതുപോലെ തന്നെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കിടപ്പിലായ രോഗികൾക്ക് വേണമെങ്കിൽ കട്ടിലുകളുണ്ട്. അതുപോലെ തന്നെ വീൽ ചെയർ. ഇവിടെ നമ്മളെ ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്താണോ അത്? വാഷ് ബേസിൻ. അത് പുറത്തേക്കൊക്കെ ഉപയോഗിക്കാൻ തട്ടുകച്ചവടക്കാർ, അതുപോലെ തന്നെ വീട്ടിലേക്കും പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ചെയ്താണ്. വാഷ് ബേസിനുകൾ, ലവ് ബേർഡ്സ് കൂട്. കൂടുകൾ ഒരുപാട് മോഡലിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പഴയ കുറെ നൊസ്റ്റാൾജികൾ ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെയാണല്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളെ പോസ്റ്റ് ബോക്സ് പഴയ രൂപത്തിലുള്ള, അത് പെൻ ബോക്സ് ആയിട്ട് നമുക്ക് പെൻ കളക്ഷൻ ബോക്സ് ആയിട്ട് ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. ഊഞ്ഞാലുകളുണ്ട്. ഇത് പിന്നെ എന്താ, ഇത് ക്ലിനിക്കിലൊക്കെ വരുന്നതാണ്. ചെറിയ മേശകൾ എന്നൊക്കെ പറയല്ലേ, ടേബിൾ മേശകൾ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇവിടെ വന്നിട്ട് റിപ്പയർ ചെയ്തിട്ടാണ് അത് പുതിയൊരു ഐറ്റംസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്താൻ പോകുക. ആവശ്യ കളറിലെ പെയിന്റ് അടിച്ച് നമുക്ക് കൊടുക്കല്ലേ. ഇപ്പൊ ഇത് നമ്മുടെ ഊഞ്ഞാലിന്റെ വലിയ സൈസുകൾ. റൂഫോട് കൂടിയ ഊഞ്ഞാലും ഉണ്ട്, അതല്ലാത്ത ലീഫോട് കൂടി രണ്ടും ഉണ്ടല്ലോ വരുന്നത്. നമ്മൾ കളർ ഇഷ്ടം പോലെ നമ്മളെ ആവശ്യാനുസരണം മാറി കൊടുക്കും. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പുകൾ കൂടുകൾ കണ്ടോ. നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് എന്തായാലും, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. കാരണം അത്രത്തോളം കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഈ ഊഞ്ഞാലുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഊഞ്ഞാലുകൾക്കിടയിൽ ഇതാണ്ടോ വാട്ടർ ടാങ്കുകൾ വെക്കുന്ന സ്റ്റാൻഡുകളുണ്ട്. അത് പല ഹൈറ്റിൽ കേട്ടോ. തൊട്ട് ചെറിയ ഹൈറ്റുകളുണ്ട്, വലിയ ഹൈറ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടതാണ് നമ്മളതാണ്ടോ
സിങ്കുകൾ, അതായത് നമുക്ക് എവിടെയും എടുത്ത് മാറ്റാൻ കഴിയുന്ന സിങ്കുകളാണ് കേട്ടോ അതൊക്കെ. ഇഷ്ടാനുസരണം മാറ്റിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള സിങ്കുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ വാട്ടർ ടാങ്കൊക്കെ എജ്ജാതി ഐറ്റ് എന്നറിയോ, ഐറ്റ് വേണോ, ഐറ്റ് ഇവിടെ ഉണ്ട്. എന്നാൽ ഐറ്റ് ഇല്ലാത്ത ചെറുത് വേണോ, അതും ഇവിടെ തയ്യാറാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ വർക്കൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെയാണ് ഒരു 100% വർക്കും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ തന്നെ ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. നമ്മുടെ ഡ്രമ്മുകൾ ഉണ്ട് കേട്ടോ. നമ്മളെ ചെടികളൊക്കെ വെക്കാനാണ് നമ്മൾ അധികം ഇത് യൂസ് ചെയ്യാറുള്ളത്. ടയോട്ട എന്നുള്ള ആ ബ്രാൻഡിങ്ങിലാണ് ഇത് വരുന്നത് കേട്ടോ. വീട്ടിലേക്കോ അതല്ല നമ്മളൊരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഗ്രില്ലഡ് ചെയ്യണമെങ്കിലുള്ള അതിനുള്ള സംഭവം ഇവിടെ റെഡിയാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റിയിലാണ് ഇവർ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ലൊക്കേഷൻ നമ്മളത് മറക്കണ്ട, VHM പുനരുപയോഗശാല വളാഞ്ചേരി കേട്ടോ. സാധാ കാണുന്ന ഡ്രമ്മൊന്നുമല്ല കേട്ടോ, മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഡ്രമ്മുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഗ്രില്ലഡാണിത്. അതേപോലെ തന്നെ എന്താ ബോക്സുകൾ, നിങ്ങളെ ഇഷ്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമുള്ള അടിപൊളി ബോക്സുകളുണ്ട്. അതേപോലെ നിങ്ങളുടെ ഷോപ്പിലേക്ക് മുന്നിലേക്കൊക്കെ ഒരു അട്രാക്ഷന് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സൈക്കിളുകൾ, അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ അടങ്ങുന്ന ഒരു മനോഹരമായ ഒരു പുനരുപയോഗശാലയാണിത്. ഇങ്ങനെ ഒരു പുനരുപയോഗശാല നിങ്ങൾക്ക് മറ്റെവിടെയും കാണാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ അറിയാനും കൂടുതൽ വിശദാംശങ്ങൾക്കൊക്കെ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ.